എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴിയിലെ റിയാക്ഷൻ ആണ്, അപ്ഡേറ്റ് ആണ്. ഭീകര തൂക്കിടിയാണേ. തൂക്കിയടി എന്ന് പറഞ്ഞാൽ പോരാ, ഭീകര തൂക്കിയടി. ഇപ്പോഴാണ് കറക്റ്റ് ആയത്. താഴത്തില്ലടാ, ഒരിക്കലും താഴാൻ പോകുന്നില്ല. അതാണ് പുഷ്പരാജ്. കളക്ഷന്റെ കാര്യത്തില് ഇന്ത്യയിലെ ഏതൊക്കെ സിനിമകൾ ഏതൊക്കെ ലാംഗ്വേജിൽ വന്നിട്ടുണ്ടോ എല്ലാത്തിൻ്റെ മുകളിൽ സത്യം. അതായത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇട്ട സിനിമ അത് പുഷ്പരാജാണ്. കേരളത്തിൽ നിന്ന് ഒരു റെക്കോർഡുണ്ട്. 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഫസ്റ്റ് ഡേ കളക്ഷൻ. അന്യഭാഷയല്ല, മൊത്തത്തിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ ഫസ്റ്റ് ഡേ നേടിയ സിനിമ. തമിഴിലുണ്ട്, അതെ, കർണാടകയിലുണ്ട്, അതെ, തെലുങ്കിലുണ്ട്, അതെ, ഹിന്ദിയിലുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ എന്താ വേണ്ടത്? പിന്നല്ല, ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഏറ്റവും വലിയ സിനിമയായിട്ട് വന്നിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ മുകളിൽ പുഷ്പരാജ് കയറിയുണ്ട്. അവിടെ കയറി ഇരിക്കുന്നുണ്ട്, താടിക്ക് കൈ വെച്ചിട്ട്. താഴത്തില്ലടാ, 2 ഉണ്ടല്ലേ പ്രാവശ്യം, ഒന്നല്ലല്ലേ. അത് വേണ്ട, കൈ കുടുങ്ങിപ്പോ, ചുറ്റി കുടുങ്ങൂലേ, ഇട്ടിട്ട പോലെ അങ്ങനെ കുടുങ്ങി കിടക്കും. എന്താണെങ്കിലും തൂക്കിയടി എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇനി ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി ഇതിന് എസ് രാജമൗലി വരണം. രാജമൗലി വരണം, സത്യമാണ്. അതെ, മഹേഷ് ബാബു, പൃഥ്വിരാജ്, അതെ, ഇവരൊക്കെ ഒരുമിക്കുന്ന SSMB 29 വരണം. എന്നാലേ ഇതിനെ മറികടക്കാൻ പറ്റുള്ളൂ. അതിന്റെ അല്ലാണ്ട് കുറച്ച് കാലഘട്ടം കിട്ടും. ഇത് വെറുതെ പറഞ്ഞ ഡയലോഗൊന്നല്ല. ഇത് പുഷ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ അല്ലടാ, ഫയറാണെന്ന്. വൈൽഡ് ഫയർ, അത് മനസ്സിലാക്കി തന്നു. പിന്നെ ഇന്റർനാഷണൽ ആണ് ആള്, അതും മനസ്സിലാക്കി തന്നു വേൾഡ് വൈഡ് വന്നപ്പോ. അതെ, അത്രത്തോളം ഹൈപ്പുള്ള സിനിമയായിരുന്നു. അതെ, ഭയങ്കരമായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള സിനിമയായിരുന്നു പുഷ്പ. അതിന്റെ 2ാം ഭാഗം വരുമ്പോൾ എന്തായാലും ഉറപ്പായിരുന്നു. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതല്ല കേട്ടോ. പിന്നെ അല്ലു അർജുന്റെ ഒരു ഫാൻ പവർ എന്ന് പറഞ്ഞാൽ അത് ചെറിയ സംഭവമൊന്നുമല്ല, അത് ചെറുതല്ല. അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വന്ന സിനിമകൾക്ക് വമ്പൻ കളക്ഷൻ കൊണ്ടുവരാൻ പറ്റിയ ഒരാളാണ് ദളപതി വിജയ്. തീർച്ചയായിട്ടും അതേ പവർ അത് സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, മൊത്തത്തിൽ അല്ലു അർജുനുണ്ട്. വേൾഡ് മൊത്തം ഉണ്ട്. അത് വിജയിന്റെ മുകളിലാണ്. അത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അവിടെ വിജയിനെക്കാളും. വിജയ് ഓക്കെ, സൗത്ത് ഇന്ത്യയിൽ അങ്ങോട്ട് അധികമില്ല, നോർത്തിലോട്ട്. സൗത്ത് ഇന്ത്യയിൽ ഒരു രക്ഷയില്ല വിജയ് ആണെങ്കിൽ. ഇത് അല്ലു മൊത്തം തൂക്കിയെടുത്തോണ്ട് പോവാന്നൊക്കെ പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. പിന്നെ അല്ലു അർജുന് ഒരു പ്രത്യേക ഇഷ്ടം, അതായത് ഫാമിലിക്കുണ്ട്. അതുണ്ട്, എങ്ങനെ വന്നാലും അതൊന്ന് കാണണം എന്നുള്ള ഒരു തീരുമാനം അല്ലു അർജുന്റെ കാര്യത്തില് മലയാളികൾക്കൊക്കെ പ്രത്യേകിച്ചുണ്ട്. ചെയ്തു വെച്ചിട്ടുള്ള ഇതിന് മുന്നേ, അതെ അതെ, ഇതിന് മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളതൊക്കെ അങ്ങനത്തെ സിനിമകളാണ്. അതായത് ഫാമിലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പഴയ പടങ്ങളാണെങ്കിലും ചെക്കനായിട്ടാണെങ്കിലും ആ സമയത്തൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനം ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത്രയും ഫാൻസ്. തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിനെയൊക്കെ. എന്തായാലും ഫസ്റ്റ് ഡേ കളക്ഷൻ 294 കോടിയാണ് ഫസ്റ്റ് ഡേ നേടിയിട്ടുള്ളത്. അത് ഒഫീഷ്യലായിട്ട് ഇവർ അനൗൺസ് ചെയ്തിരിക്കുന്നു. 294. ഇതാണ് പോസ്റ്റർ. 294 കോടി. എന്താണിത്? 5 ദിവസം 1500 കോടിയിലേക്ക് എത്തും. സത്യം, ഈ ഒരു ലെവലാണെങ്കിലും അതെ അതെ, അത് അതിന് ഇതെന്തായാലും കളക്ഷൻ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കളക്ഷൻ നേടുന്ന സിനിമകളിൽ ഒന്നായിട്ട് മാറും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ ദങ്കലിനെ തൊടൂല, ദങ്കലിന്റെ അടുത്തോട്ട് എത്തും തോന്നില്ല, പക്ഷെ 1000 സിമ്പിൾ ആയിട്ട് അടിക്കും. അതെ, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലാണ് പിന്നെയും ഒന്നും കൂടി ഇതിന് റെസ്പോൺസ് നെഗറ്റീവ് വന്നിട്ടുള്ളത്. മറ്റുള്ളവർക്ക് എല്ലായിടത്തും ഇതിന് പോസിറ്റീവാണ്. കേരളത്തിൽ ഒരു 4 ദിവസം 5 ദിവസമൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞാൽ പോകും, ഒരു ഇതിൽ പോകും. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ മറ്റുള്ളടത്ത് ഇതേ അഭിപ്രായവും ഇതേ രീതിയിലുള്ള തൂക്കിയടിയും പോകും, സെയിം പോക്കായിരിക്കും. എന്തായാലും 294 കോടി ഫസ്റ്റ് ഡേ നേടിയിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് RRR ആണ്, 2ാം സ്ഥാനം. RRRനെയാണ് പുഷ്പരാജ് പൊട്ടിച്ചത്. ഇപ്പോൾ 3ാം സ്ഥാനത്ത് ബാഹുബലി 2. എന്തായാലും ജവാനൊക്കെ ഇതില് ഓടിയെന്ന് അറിഞ്ഞൂടാ, തൂക്കി എറിഞ്ഞിട്ടുണ്ട്. നോർത്തിൽ പോയിട്ടാണത്. അതെ, 72 കോടിയാണ് ഹിന്ദിയിൽ നിന്ന്. എന്താലേ, ഭീകരല്ലേന്നോ. 3ാം സ്ഥാനത്ത് കൽക്കിയായിരുന്നു കേട്ടോ, അതായത് ഫസ്റ്റ് ഡേ ടോട്ടലി കിട്ടത് കേട്ടോ. RRR 223 കോടിയായിരുന്നു. ബാഹുബലി 2 214 കോടിയായിരുന്നു. കൽക്കി 191 കോടി. സലാർ 178. പിന്നെ ദേവര പാർട്ട് 1 172. KGF ചാപ്റ്റർ 2 165.
ഒന്ന് ആലോചിച്ചോണം KGF-ൻ്റെയും ബാഹുബലി 2-ൻ്റെയൊക്കെ ഹൈപ്പ്, RRRൻ്റെ ഹൈപ്പ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരം. ഇനി SSMB വരുന്നോടം വരെ അതെ ഇത് ഭരിക്കും തീർച്ചയായിട്ടും. പക്ഷെ അപ്പോഴും ഒന്ന് നോക്കണം, പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോഴും ഈ മഹേഷ് ബാബുവിനൊന്നും ശരിക്കും ഫാൻസ് ഉണ്ട്, ഫാൻസ് ഇല്ലെന്നല്ല, പക്ഷെ ഇങ്ങനെ ഒരു കോളിളക്കം സൃഷ്ടിക്കാനുള്ള ഒരു സംഭവം ഇല്ല. ഇത് പുഷ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു ട്രെൻഡ് അതെ വേൾഡ് വൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിന് ഒരു പ്രത്യേക ഇപ്പൊ ഇതിന്റെ മുകളിൽ പോയേനെ ഈ രാജമൗലി പ്രഭാസിനെ വെച്ചിട്ടാണ് ആ പടം ചെയ്യുന്നെങ്കിൽ അത് ഇതിനേക്കാട്ടിലും ഭയങ്കരമായിട്ടൊരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് വന്നേനെ. സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ അതുണ്ടാക്കാൻ മഹേഷ് ബാബുവിന് പറ്റുമോ? കഴിയും. അത് SS രാജമൗലിനെ നോക്കിയിട്ടാണ്. SS രാജമൗലിന്റെ സിനിമ ആളുടെ ബ്രാൻഡിലാണ് പോകുന്നത്, പ്രഭാസിന്റെ ഒന്നും ആവശ്യമല്ല. RRR അതിലുണ്ടോ നമ്മുടെ പ്രഭാസ്? അതിന് വേണ്ട, അതില് ബാക്കി രാംചരനും കുറവാണോ? NTR ഒക്കെ അതിന് ശേഷമാണ് ആൾക്കാർ ഭയങ്കര ഫാൻസ് ആയി വന്നത്. അതൊക്കെ അപ്പൊ SS രാജമൗലി സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അടിക്കും. ശരിയാണ്, അതിനൊരാളെ ആവശ്യമില്ല. അതാണ് ഈച്ച ഒക്കെ റേഞ്ചിലൊന്നും പോവില്ലല്ലോ. അത് ശരിയാണ്. എന്തായാലും തൂക്കിയടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലത്തൂക്കാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഡബ്ബഡ് ഫിലിമിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് പുഷ്പ 2 ഉണ്ടാവും, 11 കോടിയാണ്. കേരളത്തിൽ നിന്ന് അതായത് 2024 ഫസ്റ്റ് ഡേ നേടിയിരിക്കുന്നത് ഇപ്പോൾ പുഷ്പയാണ്. അത് ടെർബോനെ പൊട്ടിച്ചു. 6.35 CR ആണ് ഇപ്പോൾ പുഷ്പ. ഫസ്റ്റ് ഡേ എപ്പോഴും എക്കാലത്തും കേരളത്തിൽ നേടിയിരിക്കുന്നത് നമ്മുടെ ലിയോ ആണ്, 12 കോടി. ബുദ്ധിമുട്ടും തൊട മുടിയാതടാ. അതിന് വരണമെങ്കിൽ എമ്പുരാൻ വരണം. അതെ, അതല്ലാണ്ട് ലാലേട്ടൻ അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല മലയാളത്തില്. അല്ലെങ്കിൽ മഹേഷ് നാരായണൻ, മമ്മൂക്ക, ലാലേട്ടൻ മൂവി എല്ലാരും വരുന്നത്. അല്ലാതെ ആ റെക്കോർഡ് എനിക്ക് തോന്നുന്നില്ല പോകുന്നുള്ളത്. അതെ, എന്തായാലും എംബ്രാനില് ഈ റൂമേഴ്സ് ഒക്കെ ശരിയാണെങ്കിൽ അത് അതുക്കും മേലെ. അങ്ങനെയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. അതെ, ഇപ്പൊ ലിയോ ഭയങ്കര ഹൈപ്പായിരുന്നു, പക്ഷെ അതിന് സമ്മിശ്ര പ്രതികരണങ്ങളായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് 12 കോടി. അപ്പോൾ എമ്പുരാൻ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും 12ന്റെ മുകളിലേക്ക് എത്താം. സത്യം അല്ലേ? ഉറപ്പായിട്ടും. എന്തായാലും ഹയസ്റ്റ് ഓപ്പണിംഗ് ഡേ ഫോർ ആൻ ഇന്ത്യൻ ഫിലിം ഇൻ ഓവർസീസിൽ 2024 കേട്ടോ 8 മില്യനാണ് അടിച്ചിരിക്കുന്നത്. സിമ്പിൾ എല്ലായിടത്തും തൂക്കിയടി, കൊടൂരം. എന്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇന്ന് നാളെ 2 ദിവസം ഒക്കെ കൂടി ഉണ്ടാവുള്ളൂ, അതിനുശേഷം ഒറ്റ താഴും. പക്ഷേ ഭയങ്കരമായിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭയങ്കര അഭിപ്രായങ്ങൾ, വളരെ എന്തൊരു കെയറിങ് അല്ലേ അല്ലു അർജുനെ ജനങ്ങൾ. ഇതൊക്കെ ഇഷ്ടപ്പെടുവോ? എന്താണെങ്കിലും ഓക്കെ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റു വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.